വി അബ്ദുറഹ്മാന്റെ സഹോദരന്റെ മകൻ അബീബ് റഹ്മാൻ, അതുപോലെ ലില്ലീസ് ഗഫൂറിന്റെ സഹോദരൻ അബ്ദുൽ ജലീൽ, ലില്ലീസ് ഗഫൂറിന്റെ മറ്റൊരു സഹോദരൻ ജംഷീദ്, വി അബ്ദുറഹ്മാന്റെ സഹോദരന്റെ മകൻ മുഹമ്മദ് കാസിം, ശ്രീ യാസിർ KP, ഗഫൂറിന്റെ സഹോദരൻ അബ്ദുസലാം, ഇൻജാസ് മുനവർ, സാക്ഷാൽ ശ്രീ ഗഫൂർ അദ്ദേഹം തന്നെ പങ്കെടുത്തു, പന്നിക്കണ്ടത്തിൽ ഗഫൂർ, അതുപോലെ വെള്ളേക്കാട്ട് നിയാസിന് വേണ്ടി മുഹമ്മദ് കാസിം. 6/6/2017 ആകുമ്പോഴേക്ക് ഭൂവുടമകൾ ആകെ മാറി എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം സർക്കാരുമായി വില നിശ്ചയിച്ച് ആദ്യം സർക്കാരുമായി ഒരു വില ധാരണയിലെത്തുന്നു. അതിനുശേഷം ഈ ഭൂ ഉടമകൾക്ക് ചെറിയ പണം കൊടുത്ത് 2000 രൂപ മുതൽ 40,000 രൂപ വരെ കൊടുത്ത് അതിനകത്ത് വിറ്റ ഒരാളെ ഇന്നലെ മാധ്യമങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ നേരിട്ട് ഹാജരാക്കി. അദ്ദേഹം പറഞ്ഞു, ഞാൻ 2 ഏക്കർ 47 സെന്റ് വിറ്റ ആളാണ്, എനിക്ക് കിട്ടിയത് സെന്റ് ഒന്നിന് 35,000 രൂപയാണ്. അപ്പം അവരോട് ചെറിയ വിലക്ക് ഭൂമി വാങ്ങുന്നു, സർക്കാരുമായി ഇടതുപക്ഷ സർക്കാരുമായി ഒരു കരാറുണ്ടാക്കുന്നു, എന്നിട്ട് ആ കരാർ ഉറപ്പിച്ചതിന് ശേഷം ഈ ഭൂമി രജിസ്റ്റർ ചെയ്യുന്നു, എന്നിട്ട് സർക്കാരിന് വിൽക്കുന്നു. അത് 2019 ആ സ്ഥലം ഏറ്റെടുപ്പ് സർക്കാർ നടത്തുന്നത്. അന്ന് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ജലീലാണ്. ഇതിന് മറുപടി പറയാതെ ജലീലിന് അടിസ്ഥാനരഹിതവും ബാലിശവുമായ ആരോപണങ്ങൾ ഉന്നയിച്ച് കൈ കഴുകി രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട. ഇതിനകത്ത് ജലീൽ എപ്പോഴും ഈ വിശുദ്ധി പറയുന്ന ആൾ, ഇടക്കിടക്ക് സംശുദ്ധ രാഷ്ട്രീയം വിശുദ്ധി എന്നൊക്കെ പറയുന്ന ആൾ, അങ്ങനെ ഇടക്കിടക്ക് പറയുന്ന ആൾക്കാരൊക്കെ കള്ളന്മാരായിരിക്കും. കാരണം ഈ കള്ളന്മാരൊക്കെയാണ് അവർക്ക് ഇങ്ങനെ സ്വയം അവർ തപ്പി നോക്കുക, ഈ കളവ് എവിടെയെങ്കിലും കാണുന്നുണ്ടോ എന്നതുപോലെ അദ്ദേഹത്തിന് തന്നെ അതിനകത്ത് ഒരു ഡൗട്ടുള്ളത് കൊണ്ടാണ് ഇടക്കിടക്ക് വിശുദ്ധ ഖുർആൻ ഉയർത്തി കാണിക്കുന്നതും അതുപോലെ തന്നെ ഈ സംശുദ്ധ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നത്. ഇനി അദ്ദേഹത്തിന് ഇതിനകത്തൊരു പങ്കുമില്ലെങ്കിൽ ആർക്കാണ് ഇതിന് പങ്ക്? അങ്ങനെയെങ്കിൽ ഇനിയിപ്പോൾ UDF ഭരണകാലത്താണെന്ന് അദ്ദേഹം ഇനിയും പറയുകയാണെങ്കിൽ അതും അന്വേഷിക്കട്ടെ. ഒരു വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടാൻ മുഖ്യമന്ത്രിയെ കണ്ട് ഒരു വിജിലൻസ് അന്വേഷണ ഉത്തരവ് വാങ്ങിക്കാൻ ശ്രീ KT ജലീൽ തയ്യാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വെറുതെ അദ്ദേഹം പറയും ഞാൻ അന്വേഷണത്തിന് ഉത്തരവിടണം എന്നൊക്കെ അദ്ദേഹം വെറുതെ വാചാലനാവും. പക്ഷേ അങ്ങനെ വാചാലനാവരുത്. കേരളം ഭരിക്കുന്ന സർക്കാരിനെ കൊണ്ട് അങ്ങനെ ഒരു ഉത്തരവിടിപ്പിക്കാൻ ശ്രീ KT ജലീലിന് ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഒരു അന്വേഷണം ഉത്തരവിടുന്നില്ല എങ്കിൽ ഈ ഭൂമി ഏറ്റെടുപ്പിലെ അഴിമതി സംബന്ധിച്ച് 15 കോടിയുടെ അഴിമതിയാണ്. 17,65,00,000 രൂപയുടെ ടോട്ടൽ വിലയാണ് ഈ ഭൂമിക്കായി സർക്കാർ കൊടുത്തത്. അതിനകത്ത് ഏകദേശം ഒരു 2.5 കോടി രൂപയോളം ഈ പറയുന്ന വിദ്വാൻമാർക്ക് ചെലവ് വന്നിട്ടുണ്ടാവും ഭൂമി വാങ്ങാൻ. ചെറിയ വിലക്ക് ഭൂമി വാങ്ങി ഇടനിലക്കാരായി നിന്ന് സർക്കാരിന് അധിക വിലക്ക് മറിച്ചു വെക്കുന്ന ഒരു ഏർപ്പാടാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ജലീലിന്റെ ബന്ധുക്കളില്ലല്ലോ, അബ്ദുറഹ്മാന്റെ ബന്ധുക്കളില്ലല്ലോ, അപ്പൊ ജലീലിന് ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് എങ്ങനെയാണ്? ജലീലിന് ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് വരും. കാത്തിരിക്കൂ. ഇന്നലെ അദ്ദേഹം പറഞ്ഞ മറുപടിയാണല്ലോ ഇപ്പൊ പറയുന്നത്. ഇനി അദ്ദേഹം നേരിട്ട് ഇടപെട്ടതിന്റെ തെളിവുകളടക്കം വരും ദിവസങ്ങളിൽ പുറത്തു വരും. നിങ്ങൾക്ക് കാത്തിരിക്കാം, സംശയം വേണ്ട. ഇന്നലെ അദ്ദേഹം പറഞ്ഞ കാര്യത്തിനുള്ള മറുപടിയാണ്. ആ മറുപടിയാണ് ഇപ്പോൾ മാധ്യമങ്ങളുടെ മുമ്പാകെ നൽകിയിട്ടുള്ളത്. ഇത് UDF ഭരണകാലത്ത് ഏറ്റെടുത്തതല്ല, ഇത് ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ഏറ്റെടുത്തതാണ്. അത് UDF ഭരണകാലത്തും ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം KT ജലീലിന്റെ ഇന്നലത്തെ മറുപടിക്ക് മറ്റൊരു മറുപടിയുമായി എത്തുകയാണ് PK ഫിറോസ്. എന്തായാലും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായി KT ജലീൽ ഉള്ള സമയത്ത് തന്നെയാണ് ഭൂമി ഏറ്റെടുക്കൽ നടന്നത്. KT ജലീലുമായി ബന്ധപ്പെട്ട ആളുകൾ, പ്രത്യേകിച്ച് ഇടത് നേതാക്കളായ ഗഫൂർ P ലില്ലീസ്, അതോടൊപ്പം നിലവിലെ മന്ത്രി വി അബ്ദുറഹ്മാന്റെ ഒക്കെ ബന്ധുക്കളുടെ ഭൂമിയാണ് ഏറ്റെടുത്തത് എന്ന് കൂടി ആരോപണം ഉന്നയിക്കുകയാണ്. ഒരു വിജിലൻസ് അന്വേഷണത്തിന് KT ജലീൽ തയ്യാറുണ്ടോ എന്ന വെല്ലുവിളിയാണ് PK ഫിറോസ് ഇപ്പോൾ ഉന്നയിക്കുന്നത്.